ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ സാധാരണ ഒരു സ്ഥലത്ത് സോളാർ ഇൻവെർട്ടർ വയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ കടകളിലോ ഒക്കെ നമ്മൾ സോളാർ ഇൻവെർട്ടർ വയ്ക്കാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്തതിനെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ സോളാർ ഇൻവെർട്ടർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആദ്യം നമ്മൾ നോക്കേണ്ടത് അവിടെ ഇൻവെർട്ടർ വയറിംഗ് ചെയ്തിട്ടുണ്ടോ നോക്കണം. അതായത് സോളാർ ഇൻവെർട്ടർ ആയാലും ഏത് ഇൻവെർട്ടർ ആയാലും നമ്മൾ ഇൻവെർട്ടർ വയറിംഗാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇൻവെർട്ടർ വയറിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയത് കാണാം. ഇനി ഇൻവെർട്ടർ വയറിംഗ് ചെയ്തിട്ടുള്ള സ്ഥലത്താണെങ്കിൽ പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഏത് ടൈപ്പ് ഇൻവെർട്ടറാണ് അവിടെ വെക്കേണ്ടതെന്നാണ്. നമ്മൾ ഈ സോളാർ ഇൻവെർട്ടർ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സോളാർ ഇൻവെർട്ടർ തിരഞ്ഞെടുക്കുമ്പോൾ ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഉണ്ടോ എന്ന് നോക്കണം. എന്താണ് ഗ്രിഡ് ചാർജിങ്? KCBന്ന് ബാറ്ററി ചാർജ് ചെയ്യാൻ അവിടെ ഒരു ഓഫ് ചെയ്യാനുള്ള സ്വിച്ചിനെയാണ് ഗ്രിഡ് ചാർജിങ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സോളാർ പ്രവർത്തിക്കും. അത് നമ്മൾ സോളാർ പ്ലസ് ബാറ്ററി നിർത്തായിരിക്കും നമ്മുടെ ലോഡ് പ്രവർത്തിക്കണേ. അതിനുശേഷം രാത്രി സൂര്യൻ പോയി കഴിയുമ്പോൾ KCBയിലേക്ക് മാറിക്കഴിയുമ്പോൾ പിന്നെ KCB നിർത്തായിരിക്കും നമ്മുടെ ബാറ്ററി ചാർജ് ആവണേ. അതായത് നമ്മുടെ ബാറ്ററിയിൽ ചാർജ് ഉണ്ടാവില്ല രാവിലെ നമ്മൾ യൂസ് ചെയ്താലും. അപ്പോൾ ബാറ്ററി KCB നിർത്തി ചാർജ് ആവും. അവിടെ ആ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ KCBന്ന് ബാറ്ററി ചാർജ് ആവില്ല. പിറ്റേ ദിവസം സൂര്യൻ വന്ന് സൂര്യൻ്റെ വെട്ടടുത്തായിരിക്കും നമ്മൾ ചാർജ് ആവണേ. പക്ഷെ നമ്മളതവിടെ ഓൺ ആക്കിയിടാണെങ്കിൽ KCBന്ന് ബാറ്ററി ചാർജ് ആവുകയും ചെയ്യും, അവിടെ കുറേ കറണ്ട് നമുക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സേവ് ചെയ്ത് നമുക്കിവിടെ ചിലവായി പോവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഒരു ഇൻവെർട്ടർ വാങ്ങാൻ പറയുന്നതിൻ്റെ കാരണം. പിന്നെ നമ്മൾ സോളാർ ഇൻവെർട്ടർ തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ടൈപ്പ് സോളാർ ചാർജ് കൺട്രോളർ ആണെന്ന് നോക്കണം. സോളാർ ചാർജ് കൺട്രോൾ രണ്ട് ടൈപ്പാണുള്ളത്, PWM ആൻഡ് MPPT ചാർജ് കൺട്രോൾ. നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ MPPT ചാർജ് കൺട്രോൾ വേണം തിരഞ്ഞെടുക്കാൻ. ഈ MPPT തിരഞ്ഞെടുക്കാൻ പറയുന്നതിൻ്റെ കാരണം നമ്മുടെ PWM ചാർജ് കൺട്രോളിനെ അപേക്ഷിച്ച് MPPT ചാർജ് കൺട്രോളിന് എഫിഷ്യൻസി കൂടുതലാണ്, അതായത് കാര്യക്ഷമത കൂടുതലാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ MPPT ഉള്ള ഇൻവെർട്ടറാണ് വെക്കണമെങ്കിൽ നമുക്ക് സോളാർ പാനലിൽ നിന്ന് കിട്ടുന്ന ഒരു 94% ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതായത് 94% നമുക്ക് സോളാർ പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ PWM ചാർജ് കൺട്രോളുള്ള ഇൻവെർട്ടറാണ് വെക്കുന്നതെങ്കിൽ വെറും 74-76% മാത്രമേ നമുക്ക് സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ MPPT ചാർജ് കൺട്രോളർ ആണെങ്കിൽ അതിനകത്ത് ബൂസ്റ്റ് ചാർജിങ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ സോളാർ പാനലിൽ കിട്ടുന്ന വോൾട്ട് ഡിക്രീസ് ചെയ്തിട്ട് നമ്മുടെ ആംബിയർ ബൂസ്റ്റ് ചെയ്തിടും. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ബാറ്ററി ചാർജ് ആവാനും പിന്നെ സോളാറിലേക്ക് ചേഞ്ച് ഓവർ ആവാനും പറ്റും. പക്ഷേ നമ്മുടെ PWM ചാർജ് കൺട്രോളിൽ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ MPPT ചാർജ് കൺട്രോളുള്ള സോളാർ ഇൻവെർട്ടർ തിരഞ്ഞെടുക്കാൻ പറയുന്നതിൻ്റെ കാരണം. ഇനി നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇൻവെർട്ടർ തിരഞ്ഞെടുക്കുമ്പോൾ എത്ര കപ്പാസിറ്റി ഉള്ള ഇൻവെർട്ടർ ആണെന്ന് നോക്കണം. കപ്പാസിറ്റി എങ്ങനെ നോക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇൻവെർട്ടറിൽ, അതായത് സോളാർ ഇൻവെർട്ടറിൽ എന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ ടോട്ടൽ ലിസ്റ്റ് എടുക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വീട്ടിൽ ഫാൻ, ലൈറ്റ്, TV, അതായത് ലോഡ് കുറഞ്ഞ ഓവർലോഡ്, അതായത് ഹെവി ഐറ്റം ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതായത് മിക്സി, മോട്ടർ, AC, അതൊന്നും നമ്മുടെ ഈ സോളാർ ഇൻവെർട്ടർ, ഈ ചെറിയ രീതിയിലുള്ള സോളാർ ഇൻവെർട്ടർ കൊടുക്കാൻ പറ്റില്ല. വലിയ ടൈപ്പിലും കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ സാധാരണക്കാരന് ഉപയോഗിക്കാൻ തന്നെ ചെറിയ ടൈപ്പാണ് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ ടൈപ്പിൽ അതിന് കപ്പാസിറ്റി ഉള്ളത് നോക്കണം. അപ്പോൾ നമ്മൾ അതായത് എങ്ങനെ വാട്ട്സ് കണ്ടെത്തണമെന്ന് വെച്ചാൽ, വാട്ട്സ് എന്നാണ് ഇതിനെ പറയുന്നത്, ടോട്ടൽ വാട്ട്സ് എങ്ങനെ കണ്ടെത്തുന്നത് വെച്ചാൽ, നമ്മുടെ ഏത് ഉപകരണങ്ങൾ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ് ആയാലും അതിന് വാട്ട്സ് ഉണ്ടാവും. ഫാനിനുണ്ട്, ലൈറ്റിനുണ്ട്, TVക്ക്, അങ്ങനെ വാട്ട്സ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ എത്ര ഫാൻ വേണം, എത്ര ലൈറ്റ് വേണം, ടോട്ടൽ വാട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ എല്ലാത്തിൻ്റെയും കൂടി ടോട്ടൽ വാട്ട്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇൻവെർട്ടർ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ടോട്ടൽ വാട്ട്സ് എന്ന് കണ്ടെത്തണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ടോട്ടൽ വാട്ട്സിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു 6 ഫാൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഫാൻ 75 വാട്ട്സ് ആണ്. നമ്മളിപ്പോൾ സാധാ ഫാൻ എടുക്കണേ, ഇപ്പോൾ ഇനി BLTC ഫാനൊക്കെ ആണെങ്കിൽ 30 വാട്ട്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി 75 വാട്ട്സിൻ്റെ ഫാനാണ് എടുക്കണം, 6 ഫാൻ. അപ്പോൾ 75×6 എന്ന് പറയുമ്പോൾ 450 വാട്ട്സ് നമുക്ക് ഫാനിന് തന്നെ അവിടെയായി. പിന്നെ നമ്മൾ എടുക്കുന്നത് TV ആണ്. TV എന്ന് പറയുന്നത് 100 വാട്ട്സിൻ്റെ TV എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ വലിയ ബോക്സ് TV ആണ് നമ്മൾ എടുക്കുന്നത്. സാധാരണ LED TVക്കാണ് 80 വാട്ട്സൊക്കെ വരുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ഒരു ബോക്സ് TV എടുക്കണാനും അതുകൊണ്ട് 100 വാട്ട്സ് ഇടാണ്. പിന്നെ നമ്മൾ LED ബൾബ് എന്ന് പറയുന്നത് 9 വാട്ട്സിൻ്റെ ബൾബാണ് മിക്കവരും ഉപയോഗിക്കണം. അതുകൊണ്ട് നമ്മൾ 9 വാട്ട്സിൻ്റെ ബൾബ് എടുത്തേണേ. അതൊരു 20 ബൾബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 9×20 എന്ന് പറയുമ്പോൾ 180 വാട്ട്സ് നമുക്ക് അവിടെ തന്നെ വേണ്ടതായി. പിന്നെ നമ്മളെടുത്ത ഒരു LED ട്യൂബ് നമ്മൾ 3 എടുത്തിരിക്കുന്നത്. 3 LED ട്യൂബ് എന്ന് പറയുമ്പോൾ ഏകദേശം 20×3, 20 വാട്ട്സിൻ്റെ തന്നെ 3 LED ട്യൂബ്. അപ്പോൾ 20×3 60 വാട്ട്സ്. അങ്ങനെ നമുക്ക് ടോട്ടൽ 790 വാട്ട്സ് നമുക്ക് ലോഡായി. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ വീട്ടിലുള്ള ഫാൻ, ലൈറ്റ്, TV, ഈ 3 ഉപകരണങ്ങളാണ് മെയിനായിട്ട്. പിന്നെ ചാർജർ, ഫോണിൻ്റെ ചാർജർ ആയാൽ കൂടി ഒരു 20-30 വാട്ട്സ് നമുക്ക് കാൽക്കുലേറ്റ് കൂടുതലിടാം. അതായത് നമ്മുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളുടെയും സോളാർ ഇൻവെർട്ടറിൽ പ്രവർത്തിക്കേണ്ട എല്ലാ സാധനത്തിൻ്റെ വാട്ട്സാണ് നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ടോട്ടൽ ഇപ്പോൾ എൻ്റെ ഇതിൽ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം 790 വാട്ട്സ് കിട്ടി.
ഈ 790 വാട്ട്സ് നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് ഒരു ഇൻവെർട്ടർ വാങ്ങണ കടയിൽ ചെന്നിട്ട് 790 വാട്ട്സ് ലോഡ് കൊടുക്കാൻ പറഞ്ഞാൽ ഇൻവെർട്ടർ തരാൻ പറഞ്ഞാൽ അവരെടുത്ത് തരില്ല. കാരണം നമ്മുടെ ഇൻവെർട്ടറൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ VA അറിയപ്പെടുന്നത്. അതായത് ഇൻവെർട്ടറിൻ്റെ ഇൻവെർട്ടർ വാങ്ങാൻ ചെല്ലുമ്പോൾ അതിൻ്റെ VA കണക്കിലാണെന്ന് നോക്കുന്നത്. VA എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എഫിഷ്യൻസിനെയാണ്. അതായത് ഇപ്പോൾ 1000 VAയുടെ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി 800% ആയിരിക്കും. അതായത് 800 വാട്ട്സ് വരെ ലോഡ് കൊടുക്കാൻ പറ്റും. 80% ആയിരിക്കും അതിൻ്റെ എഫിഷ്യൻസി. അതായത് ചില വലിയ വലിയ കമ്പനിയുടെയൊക്കെ കൂടുതലായിരിക്കും. അപ്പം നോർമൽ ഒരു കമ്പനിയുടെ എന്ന് പറയുന്നത് 1000 VAയുടെ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് 800 വാട്ട്സ് വരെ കൊടുക്കാം. അതായത് 1000 VAയുടെ ഇൻവെർട്ടറിലെ എഫിഷ്യൻസി മെയിനായിട്ട് 80%. അപ്പോൾ നമ്മൾ ഞാൻ VAയിലേക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 790 അതിനെ ഡിവൈഡ് ചെയ്യണം. 0.8 = 987 VA. അപ്പോൾ ഈ 0.8 എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പവർ ഫാക്ടറിനെയാണ് 0.8 എന്ന് പറയുന്നത്. എന്താണ് പവർ ഫാക്ടർ? പവർ ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ എഫിഷ്യൻസിനെയാണ്. അതായത് 0.6 തൊട്ട് 0.9 വരെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ 0.9 എന്നൊക്കെ പറയുമ്പോൾ 1000 VAയുടെ ഇൻവെർട്ടറാണ് 900 വാട്ട്സ് കൊടുക്കാം. അങ്ങനത്തെ വലിയ വലിയ കമ്പനിയുടെ ഏറ്റവും വലിയ കമ്പനിയുടെയൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. നോർമൽ നല്ലൊരു ഇൻവെർട്ടറിനൊക്കെ 0.8 നമ്മൾ അതിൻ്റെ പവർ ഫാക്ടർ കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ കിട്ടിയ വാട്ട്സ് ടോട്ടൽ നമുക്ക് 790 വാട്ട്സ് കിട്ടി. ആ 790 വാട്ട്സിനെ ഡിവൈഡ് ചെയ്യണം. അതായത് 0.8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിനെ 987 നമുക്ക് കിട്ടിയ ആൻസർ. അതായത് 987 VA. അപ്പോൾ നമ്മൾ കടയിൽ ചെന്നിട്ട് 987 VAയുടെ ഇൻവെർട്ടർ തരാൻ പറഞ്ഞാൽ അവരെടുത്ത് തരില്ല. കാരണം 987 VA എന്ന് പറയുന്ന ഇൻവെർട്ടർ ഇല്ല. അങ്ങനത്തെ അത്രയും ടൈപ്പുള്ള ഇൻവെർട്ടർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് വരുന്ന ഇപ്പോൾ 987ൻ്റെ അടുത്ത് വരുന്നത് ഏകദേശം ഒരു 1000 VAയുടെ ഇൻവെർട്ടറാണ്. അപ്പോൾ നമ്മളൊരു 1000 VAയുടെ ഇൻവെർട്ടർ എടുക്കണം. അപ്പോൾ 1000 VAയുടെ ഇൻവെർട്ടറിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 800 വാട്ട്സാണ്. 800 വാട്ട്സ് ലോഡ് കൊടുക്കാം. നമുക്കിവിടെ 790 വാട്ട്സ് ലോഡ് കൊടുക്കാൻ വേണ്ടി ഇൻവെർട്ടർ മതി. പക്ഷേ നമ്മളൊരു 800 വാട്ട്സ് ലോഡ് കൊടുക്കാൻ വേണ്ടി ഇൻവെർട്ടറാണ് എടുക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഒരു 10 വാട്ട്സ് കൂടുതൽ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കത് യൂസ് ചെയ്യാം. അതായത് ബാക്കി വന്ന 10 വാട്ട്സ് നമുക്ക് നമ്മൾ ഭാവിയിൽ വേറെ എന്തെങ്കിലും ലേറ്റ് കൂടുതൽ ഇടുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്തേക്ക് പൊക്കോളും. അതുകൊണ്ട് നമ്മൾ അതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 വാട്ട്സ് കൂടുതലൊന്നും വെച്ച്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അതിൻ്റെ വാട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ ഫാൻ, ലൈറ്റ്, TV എല്ലാത്തിൻ്റെ വാട്ട്സ് എന്തൊക്കെയാണ് നമ്മൾ ഇൻവെർട്ടറിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ എല്ലാ വാട്ട്സും കൂടി കൂട്ടി നമ്മൾ അവസാനം നമുക്കൊരു വാട്ട്സ് കിട്ടും. ഇപ്പോൾ നമുക്ക് കിട്ടിയത് 790 വാട്ട്സാണ്. ആ 790 വാട്ട്സിനെ നമ്മൾ ഇൻറ്റു ചെയ്യണം. അതായത് നമ്മൾ അടുത്ത പവർ ഫാക്ടർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.8. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്ന എഫിഷ്യൻസി, ഇൻവെർട്ടറിൻ്റെ എഫിഷ്യൻസിനാണ് 0.8 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 0.8 എന്ന് പറയുമ്പോൾ ഒരു 1000 VAയുടെ ഇൻവെർട്ടർ ആണെങ്കിൽ അതിൻ്റെ പവർ ഫാക്ടർ 0.8 ആണെങ്കിൽ 800%, അതായത് 80% ആയിരിക്കും അതിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ 800 വാട്ട്സ് വരെ കൊടുക്കാം. അപ്പോൾ നമ്മൾ 790 ഡിവൈഡഡ് ബൈ 0.8. അപ്പോൾ നമുക്ക് 987 VA കിട്ടും. 987 VA എന്ന് പറയുന്ന ഇൻവെർട്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ 1000 VAയുടെ അടുത്ത് തന്നെ ഇൻവെർട്ടർ വാങ്ങണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ വാട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻവെർട്ടർ തിരഞ്ഞെടുത്തോ, ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇൻവെർട്ടറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ബാറ്ററി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സോളാർ സിസ്റ്റം ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് C10 ബാറ്ററിയാണ്. C10 ബാറ്ററിയാണ് നമ്മുടെ സോളാർ ബാറ്ററി. ബാറ്ററി 2 ടൈപ്പാണ് ഉള്ളത്. C20 ടൈപ്പുള്ള ബാറ്ററി, C10 ബാറ്ററി. അതായത് ഈ 2 ടൈപ്പ് അല്ല, വേറെ ലിഥിയം അയൺ ബാറ്ററി, അങ്ങനെ കുറേ ബാറ്ററികളുണ്ട്. പക്ഷേ നമ്മൾ ഈ നോർമൽ ഇൻവെർട്ടറുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത് C20യും C10 ആണ്. അതായത് ബാറ്ററി 12 വോൾട്ടാണ്. ബാറ്ററിയുടെ കാറ്റഗറീനെയാണ് പറയുന്നത് C10 എഫിഷ്യൻസിനെ, C10ഉം C20. അപ്പോൾ സോളാറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് C10 ബാറ്ററിയാണ്. അപ്പോൾ എന്താണ് C10 ബാറ്ററി എന്ന് പറയുന്നത്? നേരെ ഡിസ്ചാർജിങ് ആവണാനാണ് നമ്മൾ ആ ബാറ്ററി C10 ബാറ്ററി എന്ന് പറയുന്നത്. അതിൻ്റെ എഫിഷ്യൻസിനെയാണ് അതിന് പറയുന്നത്. പക്ഷേ നമ്മൾ പുതിയൊരാളാണ് സോളാർ ഇൻവെർട്ടർ ചെയ്യുന്നതെങ്കിൽ നമ്മളെപ്പോഴും C10 ടൈപ്പ് ബാറ്ററി തിരഞ്ഞെടുക്കണം. അതാണ് സോളാറിന് ഉപയോഗിക്കുന്ന ബാറ്ററി. അല്ല, നമ്മുടെ വീട്ടിൽ പഴയ C20 ബാറ്ററി ഉള്ളൂ, അതായത് C20 കാറ്റഗറിയുള്ള ബാറ്ററിയാണ് നമ്മുടെ വീട്ടിലിരിക്കണത്, അത് നമ്മൾ സോളാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ C10 ബാറ്ററിനെ അപേക്ഷിച്ച് C20 ബാറ്ററിക്ക് എഫിഷ്യൻസി കുറവായിരിക്കും നമ്മൾ സോളാറിലേക്ക് ചെയ്യുമ്പോൾ. എന്ന് വെച്ചാൽ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ എന്ന് പറയുന്നത് C20 ബാറ്ററി എന്ന് പറയുന്നത് ബാറ്ററി സ്റ്റോർ ചെയ്തിട്ട് കറണ്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ബാറ്ററിയിൽ നിന്ന് എടുക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ C10 ബാറ്ററി എന്ന് പറയുന്നത് രാവിലെ നമ്മൾ ഇടയ്ക്ക് ബാറ്ററിയിൽ നിന്ന് എടുക്കും, പിന്നെ ബാറ്ററി ചാർജ് ആവും, ബാറ്ററിയിൽ നിന്ന് എടുക്കും, അങ്ങനെ നേരം ഡിസ്ചാർജിങ് വരുന്നതിനും ഏറ്റവും നല്ലത് C10 ബാറ്ററിയാണ് നമ്മുടെ സോളാർ ബാറ്ററി. പക്ഷേ നമ്മൾ C20 ബാറ്ററി നമ്മുടെ ഇൻവെർട്ടറിൽ ഉപയോഗിക്കാം. നമ്മൾ നോർമൽ ഇൻവെർട്ടർ ആയതുകൊണ്ട് അത് C20 ബാറ്ററിയാണ്. നമ്മുടെ സോളാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കാം. പക്ഷേ മെയിൻ്റെനൻസ് വർക്കും കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ സോളാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ C20 ബാറ്ററിക്ക് ലാസ്റ്റിംഗ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ നല്ലത് പുതിയൊരാളാണ് ഇത് സോളാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് C10 കാറ്റഗറിയിലുള്ള ബാറ്ററിയാണ്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാറ്ററിയുടെ C10 കാറ്റഗറിയുള്ള ബാറ്ററി തിരഞ്ഞെടുക്കാൻ പറയുന്നതിൻ്റെ കാരണം. അതായത് C10 ബാറ്ററിയാണ് നമ്മുടെ സോളാർ ബാറ്ററി. ഇനി നമ്മൾ ബാറ്ററി എത്ര കപ്പാസിറ്റി ഉള്ള ബാറ്ററി വേണമെന്ന് നോക്കണം. ബാറ്ററി എല്ലാം 12 വോൾട്ടാണ്. പക്ഷേ ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് AH ആണ്. AH എന്ന് പറയുന്നത് 150 100 200 അങ്ങനെ ഓരോ AHലാണ് ബാറ്ററി അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എത്ര കപ്പാസിറ്റി ഉള്ള ബാറ്ററി വേണമെന്ന് എങ്ങനെ നോക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 790 വാട്ട്സ് ഉണ്ടല്ലോ, നമ്മൾ ടോട്ടൽ ലോഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 790 വാട്ട്സ് ഇൻറ്റു 2 എന്ന് പറയുന്നത് നമ്മൾ എത്ര മണിക്കൂറാണ് നമുക്ക് ബാക്കപ്പ് വേണ്ടത്. നമ്മളിപ്പോൾ 2 മണിക്കൂറാണ് ഇട്ടിരിക്കുന്നത്. അതായത് കറണ്ട് പോയി കഴിയുമ്പോൾ നമുക്ക് എത്ര മണിക്കൂർ വരെ ബാക്കപ്പ് വേണം, 790 വാട്ട്സ് ലോഡ് പ്രവർത്തിക്കാൻ എത്ര മണിക്കൂർ വരെ ബാക്കപ്പ് വേണം. നമ്മളിപ്പോൾ 2 മണിക്കൂറാണ് ബാക്കപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 790 ഇൻറ്റു 2, അതിനുശേഷം ആ ഡിവൈഡഡ് ബൈ 790 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 12. ഈ 12 എന്ന് പറയുന്നത് എല്ലാ ബാറ്ററിയും 12 വോൾട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ 12 എന്ന് ഇടുന്നത്. അപ്പോൾ നമുക്ക് 131 AH കിട്ടും. അപ്പോൾ നമ്മൾ ഈ 131 AH എന്ന് പറഞ്ഞ കടയിൽ പോയി ചെന്നാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. കാരണം ഇത്രയും 131 AH എന്ന് പറയുന്ന ബാറ്ററിക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇൻവെർട്ടറിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം അതിൻ്റെ അടുത്ത് വരുന്ന AH ഉള്ള ബാറ്ററി എടുക്കണം. അപ്പോൾ ഏകദേശം നമുക്ക് നല്ലതൊരു 150 AHൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ AH എങ്ങനെ കണ്ടെത്തുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 790 വാട്ട്സ് ടോട്ടൽ വാട്ട്സ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തല്ലോ. ആ 790 വാട്ട്സ് ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്ര മണിക്കൂർ വരെ ബാക്കപ്പ് വേണം, അതേ ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുന്നത് ബാറ്ററിയുടെ ബാറ്ററിയുടെ വോൾട്ടിനെയാണ് 12 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 131 AH കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 131 AH എന്ന് പറയുന്ന ബാറ്ററി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് വരുന്ന ഏകദേശം ഒരു 150 AHൻ്റെ ബാറ്ററിയാണ് നമ്മൾ വാങ്ങാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാറ്ററി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സോളാർ ഇൻവെർട്ടർ വയ്ക്കാൻ നമ്മൾ ആദ്യം സോളാർ ഇൻവെർട്ടർ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ശേഷം നമ്മൾ സോളാർ ബാറ്ററി എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു. ലാസ്റ്റാണ് നമ്മൾ സോളാർ പാനൽ തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ഇൻവെർട്ടർ ബാറ്ററി അവസാനം വേണം നമ്മൾ സോളാർ പാനൽ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ സോളാർ പാനൽ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് വെച്ചാൽ ഇതിന് 3 ഇക്വേഷനാണ് ഉള്ളത്. അതായത് 3 ഫോർമുല. പല കമ്പനിയുടെയും പല ഇക്വേഷൻ ആയിരിക്കും അവർ പെട്ടെന്ന് കണ്ടെത്താനുള്ള. നമ്മളിപ്പോൾ ചെയ്യുന്ന സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ 3 ഇക്വേഷൻ ഇട്ടാണ് നമ്മൾ സോളാർ പാനൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബാറ്ററിയുടെ വാട്ട് അവർ എത്രയാണെന്ന് നോക്കണം. അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളെങ്ങനെയാണ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ബാറ്ററി AH ഇൻറ്റു ബാറ്ററി വോൾട്ടേജ്. ബാറ്ററി AH എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തിരഞ്ഞെടുത്ത 150 AH ആണ് നമ്മുടെ ബാറ്ററിയുടെ AH. അതേ ഇൻറ്റു ബാറ്ററി വോൾട്ടേജ്. ബാറ്ററി വോൾട്ടേജ് എന്ന് പറയുന്നത് 12 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 12 വോൾട്ടിൻ്റെ ബാറ്ററി എടുക്കണേന്ന്. അപ്പോൾ ബാറ്ററി AH ഇൻറ്റു ബാറ്ററി വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 150 AH ഇൻറ്റു 12 അത് നമുക്ക് കിട്ടുമ്പോൾ 1800 വാട്ട്സ് കിട്ടും. അതായത് 1800 വാട്ട്സ് അവറാണ് നമ്മുടെ ബാറ്ററിയുടെ വാട്ട് അവർ എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് വാട്ട്സ് അവർ ഡിവൈഡഡ് ബൈ സൺലൈറ്റ് അവർ. വാട്ട്സ് അവർ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഒന്നാമത്തെ ഇക്വേഷനിൽ നമുക്കൊരു ആൻസർ കിട്ടി 1800 വാട്ട്സ് അവർ. അതായത് ബാറ്ററിയുടെ വാട്ട്സ് അവറാണ് വാട്ട് അവർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ട് അവർ ഡിവൈഡഡ് ബൈ സൺലൈറ്റ് അവേഴ്സ്. സൺലൈറ്റ് അവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് സൂര്യൻ എന്തോരം നേരം നമ്മുടെ വീടിൻ്റെ എവിടെയാണ് നമ്മൾ സോളാർ വയ്ക്കുന്നത് അവിടെ എന്തോരം കിട്ടുമെന്ന്. നമ്മുടെ കേരളത്തിലേക്കാണ് ഏകദേശം ഒരു 6 മണിക്കൂർ വരെ നമുക്ക് സൺലൈറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യണവർ വാട്ട് അവർ ഡിവൈഡഡ് ബൈ സൺലൈറ്റ് അവേഴ്സ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വാട്ട് അവർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കിട്ടിയ 1800 വാട്ട്സ് ഡിവൈഡഡ് ബൈ 6. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ 6 മണിക്കൂർ വരെ നമുക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ അവിടെ 5 മണിക്കൂറാണെങ്കിൽ നമ്മൾ വാട്ട് അവർ ഡിവൈഡഡ് ബൈ 5 എന്ന് ചെയ്യണം. അപ്പോൾ നമ്മൾ 1800 ഡിവൈഡഡ് ബൈ 6 മണിക്കൂർ ചെയ്ത് കഴിയുമ്പോൾ 300 വാട്ട്സ് ആണ് നമുക്ക് പാനൽ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏകദേശം രണ്ടാമത്തെ ഇക്വേഷൻ കൊണ്ട് തന്നെ പാനൽ എത്ര 300 വാട്ട്സ് വരെ ലോഡ് കൊടുക്കണം ടൈപ്പുള്ള പാനൽ നമ്മൾ എടുക്കണം. പക്ഷേ നമുക്കൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ കൂടി എങ്ങനെയാണെന്ന് നോക്കിയാലാണ് നമ്മുടെ ഈ സോളാർ പാനലിൻ്റെ ഇത് തീരുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ സോളാർ പാനൽ തിരഞ്ഞെടുക്കേണ്ട നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ, അതായത് ലാസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത രണ്ടാമത്തെ ഇക്വേഷനിൽ നമുക്ക് സോളാർ പാനലിൻ്റെ വാട്ട്സ് കിട്ടി 300 വാട്ട്സാണ് നമുക്ക് കിട്ടിയത്. ആ 300 വാട്ട്സിന് നമ്മൾ 20% കൂടി കൂടുതലിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. അതായത് 300 + 20%. 300 + 20% എന്ന് പറയുമ്പോൾ 360 വാട്ട്സാണ് നമ്മൾ സോളാർ പാനൽ എടുക്കാൻ. നമ്മൾ ഈ അഡീഷണൽ ഒരു 20 വാട്ട്സിന് കൂടുതലിട്ടതിൻ്റെ കാരണം നമ്മൾ എടുക്കുന്ന ലോഡിനേക്കാൾ ഇത്രയും കൂടുതൽ ലോഡ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ആവശ്യം വരും. അതുകൊണ്ടാണ് നമ്മൾ സോളാർ പാനൽ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു 20% കൂടി കൂടുതലിട്ടുള്ള പാനൽ തിരഞ്ഞെടുക്കാൻ പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 300 വാട്ട്സ് ഡിവൈഡഡ് ബൈ 300 വാട്ട്സ് + 20. അപ്പോൾ നമുക്ക് 360 വാട്ട്സ് പാനൽ കിട്ടി. അപ്പോൾ പാനൽ എങ്ങനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് ആദ്യം മനസ്സിലായി വിചാരിക്കുന്നു. 3 ഇക്വേഷനാണ് ഉള്ളത്. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബാറ്ററി AH ഇൻറ്റു ബാറ്ററി വോൾട്ടേജ്. അതായത് ബാറ്ററി AHൻ്റെയും ബാറ്ററി വോൾട്ടേജും കിട്ടിയപ്പോൾ ബാറ്ററിയുടെ വാട്ട് അവർ കിട്ടും 1800 വാട്ട് അവറും കിട്ടി. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ സോളാർ പാനലിൻ്റെ സൺലൈറ്റിൻ്റെ ഇതും പിന്നെ ബാറ്ററിയുടെ വാട്ട്സ് അവറും കൂടി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 300 വാട്ട്സ് പാനൽ കിട്ടി.
അതിനുശേഷം ലാസ്റ്റ് ഇക്വേഷൻ നമ്മൾ 300 വാട്ട്സിൻ്റെ കൂടെ ഒരു 20% കൂടുതൽ ഇടണം. അതായത് നമ്മൾ സോളാർ പാനൽ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു 20% കൂടുതൽ തിരഞ്ഞെടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ 300 + 20% കൂടുതലിട്ട് അപ്പോൾ നമുക്ക് മൊത്തം 360 വാട്ട്സ് പാനൽ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് പാനലിൻ്റെ കണക്കെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് നമ്മുടെ സോളാർ ഇൻവെർട്ടർ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ പറഞ്ഞ വരെ തന്നെ ആദ്യം നമ്മൾ സോളാർ ഇൻവെർട്ടർ തിരഞ്ഞെടുക്കുമ്പോൾ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി ഇൻവെർട്ടർ നല്ല നോക്കി തിരഞ്ഞെടുക്കണം. ഇൻവെർട്ടർ തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ബാറ്ററിയുടെ ബാറ്ററിയുടെ കപ്പാസിറ്റിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിന് ലാസ്റ്റാണ് നമ്മൾ സോളാർ പാനൽ തിരഞ്ഞെടുക്കേണ്ടത്. അതിന് മുമ്പ് നിങ്ങൾ ആരും നേരത്തെ നിന്ന് സോളാർ പാനൽ തിരഞ്ഞെടുക്കരുത്. എന്ന് വെച്ചാൽ നമ്മൾ സോളാർ പാനൽ ഇപ്പോൾ തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ബാറ്ററി അത് കൂടുതൽ എടുത്തതിനാൽ, അതായത് നമ്മൾ സൂര്യനിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്യാൻ സമയം എടുക്കും. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇൻവെർട്ടർ തിരഞ്ഞെടുക്കണം, അതിനുശേഷം ബാറ്ററി തിരഞ്ഞെടുക്കണം, അതിനുശേഷം സോളാർ പാനൽ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇന്നത്തെ വീഡിയോനെ കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു അറിയായിരുന്നു, പക്ഷേ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയണ തന്നെ നമ്മൾ കുറച്ച് ലെങ്ത് ഉണ്ടായ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ ഓളിൽ ഇടുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.